പാലക്കാട് മെറ്റീരിയൽ റൂം തുറക്കാനുള്ള തീരുമാനം പിൻവലിച്ച് പ്രിസൈഡിംഗ് ഓഫീസർ. കോഴിക്കോട് പേരാമ്പ്രയിൽ മെറ്റീരിയൽ റൂം തുറന്നത് വിവാദമായതിനെ തുടർന്നാണ് തീരുമാനം. നെന്മാറ നിയോജകമണ്ഡലത്തിലെ മുറി തുറക്കാനായിരുന്നു നീക്കം. ഫോം 17A എടുക്കാനാണ് റൂം തുറക്കുന്നത് എന്നായിരുന്നു വിശദീകരണം. ഫോം എടുക്കുന്നത് വെബ്സൈറ്റിൽ കണക്കുകൾ രേഖപ്പെടുത്താനെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി പറഞ്ഞു. പ്രതിഷേധമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് വിളിച്ചിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് ക്ലാരിഫൈ ചെയ്തു, മാഡം ഇത് എന്ത് റൂമാണ് തുറക്കാൻ പോകുന്നതെന്നുള്ളത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ക്ലാരിഫൈ ചെയ്തു, EVM സ്ട്രോങ് റൂം അല്ല തുറക്കുന്നത്, ഇന്ന റൂമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൂടി വരാം, ഞങ്ങളും കൂടെ വന്നിട്ട് നോക്കിയിട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. രേഖാമൂലം അവർക്ക് മെയിൽ കൊടുത്തിരുന്നു, അവർക്ക് ഇന്നലെ ഇമെയിൽ അയച്ചിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഞാൻ എന്നിട്ട് രാവിലെ ഇങ്ങനൊരു കാര്യം ശ്രദ്ധയിൽ പെട്ടപ്പോൾ അപ്പോൾ തന്നെ നിർത്തിയിട്ട് ഇനി പ്രോപ്പറായിട്ടുള്ളൊരു റിട്ടേൺ രേഖ തന്നെ എഴുതി അവരുടെ കയ്യിൽ ഡെലിവറി ചെയ്തതിന് ശേഷം മാത്രം മുമ്പോട്ട് പോയാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. ഇല്ല, ഇന്ന് തുറക്കുന്നുണ്ടാവില്ല. CEO ഓഫീസിൽ നിന്ന് ഇനി എന്താണോ ഫർദർ ഇൻസ്ട്രക്ഷൻസ് തരുന്നത് അതിനനുസരിച്ച് തുറക്കുള്ളൂ. സ്ട്രോങ് റൂം തുറക്കാനുള്ള നടപടിയിൽ അസ്വാഭാവികത തോന്നിയെന്ന് UDF സ്ഥാനാർത്ഥി A. തങ്കപ്പൻ പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി സംശയമുണ്ടാക്കിയതിനാലാണ് പരാതി ഉന്നയിച്ചതെന്നും തങ്കപ്പൻ പറഞ്ഞു. ഈ തുറക്കാൻ പോകുന്നത് കലക്ടർ പോലും അറിഞ്ഞില്ല. സത്യം ഞാൻ പറഞ്ഞിട്ട് കലക്ടർ അറിയേണ്ട കാര്യമില്ല. വേണ്ട, ആയിക്കോട്ടെ. അപ്പം ഞങ്ങൾ അറിയണ്ടേ, പിന്നെ ഞങ്ങൾ അറിഞ്ഞ പിന്നെ എന്തിനാ ഞങ്ങൾ അറിഞ്ഞിട്ട് പൂട്ടി വെച്ചത്? ഞങ്ങൾ അറിഞ്ഞ് പൂട്ടി വെച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ആയിരിക്കട്ടെ അവിടെ. ആ പൂട്ടി വെച്ച അത് തുറക്കുമ്പോൾ ഞങ്ങൾ കൂടി അറിയണം. അതാണ് അതിൻ്റെ മര്യാദ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ 199ാമത്തെ ബൂത്തിൽ ഫുൾ 100% വോട്ട് നടന്നത്. അങ്ങനെയില്ല. ഇതുപോലെ നമ്മളൊന്നും അറിയാതെ തുറക്കുകയും ചെയ്യുമ്പോൾ രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ നടക്കുന്നു. കോഴിക്കോട് നടന്നത് തന്നെയാണ്. ഈ കോഴിക്കോട് ഇതേ ഭാഷയാണ് പറഞ്ഞത്. യഥാർത്ഥ സ്ട്രോങ് റൂമല്ല, മെറ്റീരിയൽസ് വെച്ച സ്ട്രോങ് റൂമാണ് കോഴിക്കോടും പറഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങളുമായി സച്ചിൻ വെള്ളിക്കാട് ചേരുകയാണ് പാലക്കാട് നിന്ന്. സച്ചിൻ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മൂന്ന് മുന്നണികളും ഒരുപോലെ തന്നെ വലിയ ആവേശത്തോടെ അവരുടെ മുന്നേറ്റം പ്രതീക്ഷിച്ച് ഇറങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതോടൊപ്പം തന്നെ SIR ഒക്കെ കഴിഞ്ഞു വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരുപാട് സംശയങ്ങളൊക്കെ ഇപ്പോഴും മുന്നണികൾക്കും ആളുകൾക്കുമുണ്ട്. ആ ഇടയ്ക്കാണ് ഇത്തരത്തിലൊരു കൂടുതൽ സംശയമുണ്ടാക്കുന്ന ചില നടപടികളൊക്കെ വന്നത്. എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇനി തുറക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പാലക്കാട് ഉണ്ടാക്കിയ ഈ ആശയക്കുഴപ്പം എന്താണ്? തീർച്ചയായും ഇന്ന് രാവിലെയോടുകൂടിയാണ് നെന്മാറ മണ്ഡലത്തിലെ EVM മെഷീൻ അടക്കം സൂക്ഷിച്ചിട്ടുള്ള പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം തുറക്കുന്നു എന്ന വിവരം UDF സ്ഥാനാർത്ഥി അടക്കമുള്ളവർക്ക് ലഭിച്ചത് എന്നാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള നിലവിലെ DCC പ്രസിഡന്റായിട്ടുള്ള A. തങ്കപ്പൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഇന്നലെ വൈകിട്ടോടുകൂടെ തങ്ങൾക്ക് ഈ വിവരം ലഭിച്ചിരുന്നു. എന്നാൽ പോലും കൃത്യമായ ഒരു വിവരം, അതായത് ജില്ലാ കളക്ടർ പോലും അറിയുന്നത് സ്ഥാനാർത്ഥികൾ വിളിച്ച് ചോദിച്ചപ്പോഴാണ് എന്നാണ് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ വിവരങ്ങൾ കൈമാറിയിരുന്നു എന്നാണ് ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഫോം 7 ഫോം വെക്കുന്നതിന് വേണ്ടി, അതായത് അത്തരത്തിൽ ഫോം 17മായി ബന്ധപ്പെട്ടുകൊണ്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മെറ്റീരിയൽ റൂം തുറക്കുന്നത് എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. അത് കൃത്യമായി എല്ലാ സ്ഥാനാർത്ഥികളെയും അറിയിച്ചിരുന്നു എന്ന കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഇന്നെന്തായാലും തുറക്കില്ല എന്ന കാര്യമാണ് ജില്ലാ കളക്ടറും വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ മെറ്റീരിയൽ റൂം തുറന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പാലക്കാട്ടെ മെറ്റീരിയൽ റൂമും തുറക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നത്. പ്രധാനമായും ചില അസ്വാഭാവികതകൾ ഉണ്ട് എന്ന് തന്നെയാണ് സ്ഥാനാർത്ഥികളെല്ലാം പറയുന്നത്. അതുകൂടാതെ തന്നെ ചിറ്റൂർ മണ്ഡലത്തിലും സമാനമായ പരാതി ചിറ്റൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഉയർത്തുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പുലർച്ചെ 12:30ക്ക് ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ ലഭ്യമായില്ല എന്നാണ് നിലവിൽ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സുമേഷ് അച്യുതൻ ന്യൂസ് മലയാളത്തോടും വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് 12:30 മുതൽ 1:30 വരെയുള്ള സമയത്താണ് തങ്ങളുടെ പ്രവർത്തകരടക്കം ഈ CCTV ദൃശ്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി പുറത്ത് കാവൽ നിൽക്കുന്നുണ്ട്. അവരാണ് ഇത്തരത്തിൽ പരാതി അറിയിച്ചത്. തുടർന്ന് ROA റിട്ടേണിംഗ് ഓഫീസറെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നും സുമേഷ് അച്യുതൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിലേക്ക് സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പേരാമ്പ്രയിലെ വിവാദം വലിയ രീതിയിൽ ആളിപ്പടർന്നത്. അതിന് സമാനമായ രീതിയിൽ പാലക്കാടും വിവാദം ഉണ്ടാകും എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് നിലവിൽ ജില്ലാ കളക്ടർ തന്നെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. സ്ട്രോങ് റൂം തുറക്കേണ്ടതില്ല എന്ന നിർദ്ദേശം നൽകി. അല്പസമയം മുൻപാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയും നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും 140 മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പാടില്ല എന്ന നിർദ്ദേശം വരണാധികാരിയും നൽകിയിട്ടുണ്ട്. സംസ്ഥാന മുഖ്യ
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു വിവാദം ഒഴിവാക്കാൻ തന്നെയാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പാലക്കാട് ജില്ലാ കളക്ടറും അത്തരത്തിലുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥികളെല്ലാം സച്ചിൻ, എന്തായാലും പാലക്കാട് ജില്ലാ കളക്ടറും ഇത് നേരത്തെ തന്നെ മെയിൽ വഴി ഈ പാർട്ടികളെ അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഒരു ആശയക്കുഴപ്പം ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടി വിശദീകരിച്ചാണ് അല്പസമയം മുൻപ് രംഗത്ത് വന്നത്.